ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനിൽ ഇടവന. ഞാൻ മലയാളി അസോസിയേഷൻ MIUK സെക്രട്ടറി ആണ്. മലയാളി അസോസിയേഷന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നു വരുന്ന ഫുഡ് വിതരണത്തിന്റെ 12ാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. 10 ആഴ്ചയോളം നമ്മളിത് തട്ടുകടയിൽ വെച്ച് നടന്ന ഈ ഓപ്പറേഷൻ അവിടെ നിന്ന് നമ്മുടെ സ്വന്തം കേരള ഹൗസിലേക്ക് മൂവ് ചെയ്യുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുകയാണ്. ഇത് 12ാമത്തെ ആഴ്ചയാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അതോടൊപ്പം നമുക്ക് ഈ പ്രവർത്തനം തുടർന്നു പോകാനായിട്ട് UK പല ചാരിറ്റി ഓർഗനൈസേഷന്റെ സഹായവും ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളുടെ സഹായവും അസോസിയേഷന്റെ സഹായവും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പം നമ്മളിത് ഈ ഫുഡ് വിതരണം നമ്മൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. കാരണം ഇപ്പോഴും ഫാമിലികൾ ഈ കോവിഡിനോടനുബന്ധിച്ചുള്ള ജോലിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫുഡ് ബാങ്കിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ഫാമിലികൾ ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ള ബാധ്യത ഞങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ മറ്റ് വ്യക്തികളിൽ നിന്നും ഇൻഡിവിജ്വൽ അസോസിയേഷനിൽ നിന്നും സംഘടനകളിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. ഇന്നത്തെ ഈ ഫുഡ് നമുക്കിവിടെ വിതരണം ചെയ്യാൻ നമ്മളെ സഹായിച്ചത് വോക്കിംഗ് മലയാളി കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. അതിന് ലിയോൺ നമ്മളെ വിളിക്കുകയും MIUK എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും ഇന്നത്തെ കിറ്റ് വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക സഹായവും അവർ നൽകുകയും ചെയ്തു. മലയാളി അസോസിയേഷന്റെ പേരിൽ അവർക്കുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്റെ പുറകിൽ. കാരണം നമ്മളിത് പാക്ക് ചെയ്ത് റെഡിയായി വെക്കുന്നു. ഫാമിലികളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്ന സമയത്ത് ഇത് വന്ന് കളക്ട് ചെയ്യുക. കാരണം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സിന്റെ സമയവും എല്ലാം മെനക്കെട്ട് നമ്മളിത് ചെയ്തു വെക്കുന്നത് നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫാമിലികൾ ആ സമയത്ത് വന്ന് ഇത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം നമുക്ക് സമൂഹത്തിൽ നിന്നുള്ള വ്യക്തികൾ ഒരുപാട് അവശത അനുഭവിക്കുന്നവരുടെ ഫോൺ കോളുകളിലൂടെ വരുന്നുണ്ട്. നാട്ടിൽ പോകാനായിട്ടുള്ളതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാം അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളോട് സഹകരിക്കുന്ന ബിസിനസ്സുകാരുമായിട്ടൊക്കെ ആലോചിച്ച് നമുക്ക് വേണ്ട രീതിയിൽ അവർക്ക് സഹായം ചെയ്യാൻ സാധിക്കും. ഈ പ്രവർത്തനം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഈ സഹായം കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിൽ മലയാളി അസോസിയേഷന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി നമ്മളോടൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ന്യൂഹാം കൌൺസിൽ അവരുടെ സപ്പോർട്ടും നമുക്കുണ്ട്. കാർപ്പന്റേഴ്സ് ചാരിറ്റി അവരുടെ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഗുരുദ്വാര മിഷൻ അവർ ഫുഡ് നമുക്ക് ഇപ്പോൾ കൊണ്ടുതരുന്നുണ്ട്. എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് ആ ഫുഡും ഇതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ പ്രവർത്തനം ഞങ്ങൾ തുടർന്നിട്ടും നിങ്ങളുടെ സഹായത്തോടുകൂടി. നന്ദി, നമസ്കാരം.